പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം, കട്ടപ്പനയുടെ മിടുക്കി, ഇടുക്കിയുടെ അഭിമാനം, സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ബാലതാരം ദേവനന്ദ രതീഷാണ് ഇടുക്കി മീഡിയ ലൈവില് ഇന്ന് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. ദേവനന്ദ മോളെ നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ദേവനന്ദ അടിപൊളി ആക്ടറാണ്, ഡാൻസർ ആണെന്നൊക്കെ ഓൾറെഡി നമുക്ക് സോഷ്യൽ മീഡിയയുടെ മുമ്പില് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഉണ്ടല്ലോ, ദേവനന്ദയുടെ വീട്, ദേവനന്ദയുടെ നാട്, സ്കൂള്, എന്തൊക്കെയാണ് ദേവനന്ദയ്ക്ക് ഇഷ്ടം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയാനായിട്ട് ഒത്തിരി ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് ലൈവിലൂടെ നമ്മുടെ അടുത്ത് പറയുവല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഏറ്റവും പുതിയൊരു വിശേഷം എന്ന് പറയുന്നത്? ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത്, എനിക്കൊരു മൂവി കിട്ടിയിട്ടുണ്ട്. ആകാശത്തിന് താഴെ എന്നാണ് ഫിലിമിന്റെ പേര്. അപ്പൊ അത് ജനുവരി 1 എന്റെ ഷൂട്ടിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ആരാണ് ഈ മൂവി ഡയറക്ട് ചെയ്യുന്നത്? രജീഷ് മുരളി താങ്കളാണ് ഡയറക്ട് ചെയ്യുന്നത്. എങ്ങനെയാ ഈ ഒരു മൂവിയിലേക്ക് എത്തിയത്? മൂവിയിലേക്ക് എത്തിയത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓഡീഷനൊക്കെ ആദ്യമേ പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലവേഴ്സിൽ വന്നു കഴിഞ്ഞ് പിന്നെ പ്രചോദങ്ങള് ആ മൂവിക്കകത്തുണ്ട്. അങ്ങനെയാണ് പ്രചോദങ്ങള് പറഞ്ഞിട്ടാണ് ഞാൻ മൂവിക്കകത്ത് കിട്ടിയത്. അപ്പൊ ഒത്തിരി സന്തോഷമായി. പ്രചോദങ്ങളുടെ കൂടെ അഭിനയിക്കാനും പിന്നെ സിബിയാന്റി ഉണ്ട്, സിബിയാന്റിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകൾ ആദ്യം തന്നെ നേരിടാം. അടിപൊളിയായിട്ട് മൂവിയുടെ കാര്യങ്ങളൊക്കെ പോട്ടെ, തകർത്ത് അഭിനയിക്കാം. വേറെ ഏതൊക്കെ മൂവിയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന മൂവീസ് ഏതൊക്കെയാണ്? ഞാൻ ഒന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഒന്ന് ഗ്രീൻ ചില്ലീസ്, അത് തമിഴ് മൂവിയാണ്. ഒന്ന് ഒരിടത്തൊരിടത്ത്, അത് മലയാളം. പിന്നെ മറിയം, അതും മലയാളം തന്നെയാണ്. ഓക്കെ, മറിയം നമ്മുടെ കട്ടപ്പനക്കാര്. ഓക്കെ. അപ്പൊ അതാണ് ഏറ്റവും പുതിയ വിശേഷം. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നേ. ഇപ്പം എത്ര വയസ്സുണ്ട് മോൾക്ക്? എനിക്ക് 11 വയസ്സ്. 11 വയസ്സുള്ള ഒരു കൊച്ചുമിടിക്കാണ് വലിയ ആക്ടേഴ്സിന്റെ ഒക്കെ ഇങ്ങനെ ഡബ്മാഷും കാര്യങ്ങളൊക്കെ എടുത്ത് അവര് തകർത്ത് അഭിനയിച്ച് അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു കഴിവ് തിരിച്ചറിഞ്ഞത്? ആരാണ് ഇങ്ങനെ മോൾക്ക് അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു കഴിവ് തിരിച്ചറിഞ്ഞത്? അത് ഒരു 3ാം ക്ലാസ്സിലായപ്പോ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവര് പറഞ്ഞു, മോളോട്ട് ടിക്ടോക്ക് എന്ന് പറഞ്ഞ ആപ്പുണ്ട്, അങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ചെയ്ത് തുടങ്ങിയത്. ആ റോൾ ചെയ്താൽ നോക്കുന്നുണ്ടോ? അതൊരു രാജാവിന്റെ റോളായിരുന്നു. ഓക്കെ, എല്ലാരും ഇപ്പൊ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അന്നേരം മോൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ടിക്ടോക്ക് എന്ന ആപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ. അപ്പം ദേവനന്ദ നല്ലൊരു ആക്ട്രസ് ആണ്. അപ്പൊ ദേവനന്ദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? അവന്റെ ലാലേട്ടന്മാരാണ്. കട്ടമാരാണ്. ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? അങ്ങനെ ചോദിച്ചാ മൺചിത്രത്താഴ്. ഓക്കെ, അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ് ഏതാ? അങ്ങനെ ചോദിച്ചാ ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയോ? മഞ്ജു ആന്റി. ലാലേട്ടന്റെ മഞ്ജുവാറിന്റെ ഭാരാണ്. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം ആരുടെ കൂടെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം? ലാലങ്ങളുടെ മഞ്ജു ആന്റിയുടെ കൂടെ. അവരുടെ മോളായിട്ട് അഭിനയിക്കണമെന്നാണ് ആഗ്രഹം. അറിയാലോ, പറഞ്ഞതുപോലെ മനസ്സിലായി ആഗ്രഹം. അപ്പൊ എന്തായാലും നല്ല ടാലന്റ് ഉണ്ട്, ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങാനായിട്ട് നല്ല ടാലന്റ് ഉള്ള മിടുക്കി കുട്ടിയാണ്. അപ്പൊ ലാലേട്ടന്റെ അതുപോലെ തന്നെ മലയാളത്തിലെയും ഒക്കെ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയൊക്കെ അഭിനയിച്ച് തകർക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചേച്ചിക്കുട്ടിയുടെ നാവ് കൊല്ലണം കേട്ടോ. ഓക്കെ, അപ്പൊ ആര് ഈ ഷൂട്ടിനൊക്കെ കൂടെ വരുന്നേ? ഷൂട്ടിന്റെ കൂടെ വരുന്ന അച്ചക്കുട്ടനും മായമ്മയാണ്. പിന്നെ അനിയന്മാരും ഉണ്ട്, അവരെയും കൂടെ കൂട്ടും. ഈ അച്ചക്കുട്ടൻ മായമ്മ എന്നൊക്കെ കുറെ ഇതിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അച്ചക്കുട്ടനെ അച്ചക്കുട്ടനൊക്കെ വിളിക്കാനുള്ള കാരണം എന്താണ്? അച്ചക്കുട്ടൻ എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പൊ ഞാൻ പണ്ടോട്ടെ അങ്ങനെ വിളിച്ച് ശീലിച്ചു, പിന്നെ അങ്ങനെ തന്നെ വിളിക്കും. സത്യം പറയുന്നത് ഇതിലൊക്കെ കാര്യം സാധിക്കാനൊക്കെ സ്നേഹത്തോടെ അച്ചക്കുട്ടാന്ന് വിളിച്ചങ്ങനായതല്ലേ? അല്ല, സത്യം പറയണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ചക്കുട്ടനെ മായമ്മനെയാ. അതുകൊണ്ട് അച്ചക്കുട്ട മായമ്മനെ വിളിക്കുന്നു. അച്ചക്കുട്ട മായമ്മനെ വിളിക്കുന്നു. അനിയന്മാരുണ്ട് രണ്ടുപേരല്ലേ? എന്താ പേര്? ഒരാളുടെ പേര് ദേവദൃശ്യ, അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരാളുടെ പേര് ദേവകൃഷ്ണ, അവന് 3.5 വയസ്സേ ഉള്ളൂ. മൂത്തയാള് ദേവനന്ദ. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഞാൻ പുളിയമലയിലെ KP സ്കൂളിലാണ് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ എങ്ങനെയാണ്? നമ്മളിങ്ങനെ പ്രോഗ്രാമിലൊക്കെ പോകുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? ഭയങ്കര കട്ട സപ്പോർട്ടാ. ക്ലാസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യാറുണ്ടോ? അങ്ങനൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? അപ്പൊ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഷൂട്ടിന് വല്ലതും പോവാന്നുണ്ടെങ്കിലും ടീച്ചർമാരെ അടുത്ത ദിവസം അത് പറഞ്ഞു തന്ന് അത് പഠിപ്പിച്ച് നോട്ടൊക്കെ ഇട്ട് തന്ന് പഠിപ്പിച്ചാണോ? നല്ല ക്ലാസ് നന്നായിട്ട് പഠിക്കുന്ന പിടിക്ക് കുട്ടിയാണ്.
നന്നായിട്ട് പഠിക്കും. എല്ലാ പ്രാവശ്യം A+ ഉണ്ട്. ഉണ്ട്. ആ മിടുക്കിയാണ്. അപ്പൊ അഭിനയം മാത്രമല്ല പഠിത്തത്തിലും നല്ല മിടുക്കി കുട്ടിയാണ് ദേവനന്ദ. അപ്പൊ ആരാകാൻ ആഗ്രഹം? എനിക്കൊരു ഡാൻസർ ആക്ടർ ആകാനാണ്. പിന്നെ പോലീസ്. പോലീസോ? കുറച്ച് കഴിയുമ്പോ വന്ന് ഇടിക്കുമോ നിങ്ങളൊക്കെ? ഇല്ല, കള്ളത്തരം ചെയ്തില്ലെങ്കിൽ ഇരിക്കത്തില്ല. ചെയ്യുവാന്നുണ്ടെങ്കിൽ ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കാം. പാവം ചേച്ചിയല്ലേ? ചേച്ചിനെ കണ്ടിട്ട് ഇങ്ങനെ ഇടിക്കാനൊക്കെ തോന്നുന്നു. പാവല്ലേ? ഇപ്പൊ കണ്ടാ തനി പാവം പോലെ. ചേടാ എനിക്ക് വയ്യ. ലൈവ് കഴിയുമ്പോ മുട്ട വാങ്ങിച്ചാലോ കേട്ടോ. അപ്പം നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ദേവനന്ദ കുട്ടിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി. നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇടുക്കി മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് പെർഫോമൻസ് ആണ്, ആരെയാണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ KP സുൽത്താമ്മയുടെ ചെയ്യാം. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ആ പെർഫോമൻസിലേക്ക് പോവാം. അപ്പൊ KP സുൽത്താമ്മയുടെ ഇത് കേട്ട് ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു അല്ലേ? ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ഒരുപാട് ചാനലിന്റെ വന്നിട്ടുണ്ട്, വാർത്താ ചാനലിന്റെ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആ പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, റെഡിയാണോ? ഓക്കെ. ഞാനാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ തൊട്ടടുത്തിരുന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് ആ ഒരു കഥാപാത്രമായി മാറിയപ്പോ എനിക്ക് എന്നെ പറയേണ്ടതായിട്ടില്ല. ശരിക്കും കണ്ണുനീരാണ് കേട്ടോ. എങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കരയാൻ പറ്റുന്നത്? പെട്ടെന്ന് ഇത്രയും നേരം നമ്മുടെ കൂടെ ചിരിച്ച് കളിച്ച് സംസാരിച്ചിരുന്ന കൊച്ചാണ്. പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും മോളെ എങ്ങനെ എനിക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാ? അതൊരു കഥാപാത്രമായിട്ട് മാറുമ്പോ ആ കഥാപാത്രമായിട്ട് മാറാനാണ് എനിക്കിഷ്ടം. എങ്ങനെ കരയുന്നത് കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മോൾ അതെങ്ങനെ കരയുന്നത് ഒന്ന് എന്റെ അടുത്ത് പറഞ്ഞുതരൂ. കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഗ്ലിസറിനോ അല്ലെങ്കിൽ നമ്മൾ ഓരോടത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഒക്കെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു വരത്തില്ല. പക്ഷെ ലൈവായിട്ട് ഇത് കണ്ടു കേട്ടോ, കണ്ണുനീര് തന്നെയാ. കാരണം ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇത്രയും നേരം തൊട്ടടുത്തിരുന്ന് ക്യാഷ്വലായിട്ട് നല്ല നോർമലായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിച്ച ഒരു കൊച്ച് പെട്ടെന്ന് ആ കഥാപാത്രത്തെ ആ ഡയലോഗ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കണ്ണുനീരൊക്കെ തുളുമ്പി ഒഴുകുകയാണ്. എങ്ങനെയാ മോളെ പറ്റുന്നത്? നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഭയങ്കര ദൈവാനുഗ്രഹമുള്ള എല്ലാം നമ്മുടെ കട്ടപ്പനയ്ക്കും നമ്മുടെ ഇടുക്കിക്കും നാളെ കേരളത്തിനൊക്കെ അഭിമാനമായി മാറാൻ നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്. ഇപ്പൊ തന്നെ എല്ലാവരുടെയും നമ്മുടെ കട്ടപ്പനക്കാരെയൊക്കെ സംബന്ധിച്ച് പറയാനുണ്ടല്ലോ, നമ്മുടെ അഭിമാനമാണ് മോള്. എന്റെ ദൈവമേ. ഓക്കെ ഓക്കെ, അപ്പൊ കൊറേ പേര് നമ്മുടെ കൂടെ ലൈവിലുണ്ട്. അപ്പം അവരെന്തൊക്കെയാ പറഞ്ഞത് കേട്ടാലോ? ഓക്കെ, അതിനു മുമ്പ് മോളെ വേറെ എന്താ TV ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ?
ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മോള് വന്നിരുന്ന ഷോ ആയിരുന്നു കോമഡി ഉത്സവം. അപ്പൊ കോമഡി ഉത്സവത്തിൽ എങ്ങനെ എത്തിയേ? അപ്പൊ അവിടെയൊക്കെ ചെന്ന് ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം? അവിടുത്തെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് പേരെ കാണാൻ പറ്റി. പിന്നെ ഗ്രൂമിങ് ആണേലും അവിടുത്തെ എല്ലാ അങ്കിൾമാരും എല്ലാ ചേട്ടായിമാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സന്തോഷം. അവരുടെ കൂടെ ഇങ്ങനെ കൂടാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമായി. ഓക്കെ. അപ്പൊ നാദൃശ അങ്കിൾ ഉണ്ടായിരുന്നു, പിന്നെ രചന ചേച്ചി. അപ്പൊ രചന ചേച്ചിയൊക്കെ ആണെങ്കിലും മോളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടു നിറഞ്ഞൊക്കെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാ. അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഒരുപാട് സന്തോഷം. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ സ്റ്റേജ് ഫിയർ ഒന്നുമില്ല? അപ്പൊ എപ്പോഴേലും അങ്ങനെ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ? അങ്ങനെ എന്തെങ്കിലും? കാരണം ഉണ്ടല്ലോ വലിയ വലിയ ഷോകളിലാണ്. വേറെ ഏത് TV പ്രോഗ്രാമിലായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? പോയിട്ടുണ്ട്. പിന്നെ കൈരളി TVയിലെ ലൗഡ് സ്പീക്കറിലും പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവിടെ വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ അഭിനയിക്കുമ്പോൾ പേടി അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പേടി വന്നിട്ടില്ല. കാരണം എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് അങ്ങനെ പേടിയൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇല്ല. അപ്പൊ അടിപൊളിയായിട്ടിരിക്കുന്നു. ഓക്കെ. പിന്നെ വേറെ എന്താണ് വിശേഷം? സുഖമായിട്ട് തോന്നുന്നു. ഓക്കെ. അപ്പൊ ചേച്ചി എന്ന ഒരു ചെറിയൊരു സിറ്റുവേഷൻ തരാം. ലൈവായിട്ട് ഒരു ചെറിയൊരു സിറ്റുവേഷൻ. അപ്പം ആ ഒരു സംഭവം ഒന്ന് അഭിനയിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാവോ? പിന്നെന്താ. അപ്പം 2 കഥാപാത്രങ്ങളാണ്. അമ്മയും ഉണ്ട്, മോനും ഉണ്ട്. അപ്പൊ അമ്മയ്ക്കും മോനും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അമ്മയ്ക്ക് മോനെയും ഭയങ്കര ഇഷ്ടമാണ്. ആകെ ഒരു മകനേ ഉള്ളൂ. അപ്പം അച്ഛനില്ല, അമ്മയും മകനും മാത്രം. അപ്പം ഭയങ്കര സ്നേഹമായിരുന്നു അമ്മയും മോനും തമ്മില്. മോൻ അമ്മയും ഭയങ്കര ഇഷ്ടമായിരുന്നു, അമ്മയ്ക്ക് മോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് ഒരു അപകടത്തില് ഈ മകൻ മരിച്ചുപോയി. അപ്പം ആ ഒരു അമ്മയുടെ മാനസികാവസ്ഥ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ലൈവായിട്ടൊന്ന് അഭിനയിച്ച് കാണിക്കാമോ? പിന്നെന്താ. ഓക്കെ. അപ്പൊ അമ്മയുടെ സിറ്റുവേഷൻ അല്ലേ? അതെ. അമ്മയുടെ ആ ഒരു വികാരം, സ്വന്തം മകനെ നഷ്ടപ്പെട്ടു, ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ലാളിച്ച് വളർത്തിയ ആ മകനെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് നഷ്ടപ്പെടുമ്പോൾ ഒരു മകൻ ഉണ്ടാകുന്ന ആ ഒരു വേദന എന്താണെന്ന്? എനിക്ക് ആകെ പാടുണ്ടായ ഒരു മകന്. ഇനി അവനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാ? ഏട്ടനെ എന്നെ വിട്ടു പോയി. എനിക്ക് ആരുമില്ലല്ലോ. എന്റെ ദൈവമേ, എന്റെ മോനെ ജീവിതം കൊണ്ടുപോയല്ലോ. എനിക്കിതൊന്നും അറിയത്തില്ല. അതാണ് നമ്മൾ ലൈവായിട്ടാണ് ഒരു മാറ്റർ കൊടുത്തത്. ഇവിടെ ഇരുന്ന് എല്ലാവരും കരയാട്ടെ. ഇവിടെ എല്ലാവരുടെയും കണ്ണിക്കട വെള്ളം വന്നു. മോളെ ഒരു വാക്ക് പറയല്ലേ. ഇപ്പം ദേവനന്ദയുടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ സ്റ്റുഡിയോയിൽ കുറെ പേരുണ്ട്. പക്ഷെ ഉണ്ടല്ലോ എല്ലാവരും കണ്ണൊക്കെ നിറഞ്ഞ് വികാരഭരിതരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെയാ മോളെ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ലൈവായിട്ടാണ് ഞാനൊരു സംഭവം ഇട്ട് തന്നത്. അത് വളരെ ഭംഗിയായിട്ട്, എനിക്ക് വാക്ക് കിട്ടുന്നില്ല, എന്താ ഇനി പറയാൻ അറിയത്തില്ല. എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നേ? 11 വയസ്സുള്ള ഒരു കൊച്ച് എന്നോട് അങ്ങനെ ഒന്നും ചോദിക്കരുത്, എനിക്ക് അറിയത്തില്ല എന്ന്. അയ്യോ. അപ്പം കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചി വായിക്കട്ടെ. അനു ചേച്ചി കമന്റ് ചെയ്തിരിക്കുന്നു, വലിയ താരമായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, ഗ്രേറ്റ് മോളൂന്ന്. അതുപോലെ രാജേഷ് ചേട്ടൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് രാജേഷ് അങ്കിളേ. അരുൺകുമാർ ചേട്ടൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിബി ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലൈവ് പ്രോഗ്രാം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ എല്ലാവരുടെ അഭിമാനമായ ദേവനന്ദ കുട്ടിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ലൈവിലുള്ളത്. അപ്പം ദേവനന്ദയുടെ അടിപൊളിയായിട്ടുള്ള 2 പെർഫോമൻസ് കണ്ടു. ഇനിയും പെർഫോമൻസുകളും ദേവനന്ദയുടെ വിശേഷങ്ങളും ഒക്കെ നമ്മുടെ ലൈവിൽ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാം, ഇടുക്കി മീഡിയയുടെ ഈ ലൈവ് പ്രോഗ്രാം ഷെയർ ചെയ്യുക. ഓക്കെ. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ഇപ്പൊ ദേവനന്ദ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാവരും ഫ്രണ്ട്സാണ്. എന്നാലും ഒരാളെങ്കിലും ഇല്ലേ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളത്? അത് ദേവുട്ടി. ആരാ ദേവുട്ടി? കൂടെ പഠിക്കുന്ന കുട്ടിയാണോ? കൂടെ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല. ഞങ്ങള് ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട. ദേവുട്ടി ഇങ്ങനെ ആക്ടിംഗ് ഫീൽഡിലുള്ള കുട്ടിയാണോ? അതെ, ഞങ്ങള് ഫേസ്ബുക്കിൽ കൂടെ അവളെ പരിചയപ്പെട്ടു, ഫ്രണ്ട്സായി. ഓക്കെ. പിന്നെ
ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് എന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആരൊക്കെയായിരുന്നു അങ്ങനെ വിളിച്ച്? സിനിമയിലൊക്കെയുള്ള വലിയ വലിയ താരങ്ങളൊക്കെ വിളിച്ച് അവരൊന്നിച്ചിട്ടില്ലേ? ആരൊക്കെയായിരുന്നു അങ്ങനെ? അത് നാദർശാങ്ക, KT സലതാമ, പിന്നെ വിനോദ് ഗോപുരമൂസക്കായി, പിന്നെ സുരഭി ആന്റി, സ്നേഹ ആന്റി, ശ്വേത ആന്റി, ശ്വേത മോഹൻ, അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അതുൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇടുക്കിയുടെ അഭിമാനമാണ് ദേവനന്ദ രതീഷ് എന്ന്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ മുസ്ഫി സലാം മോളെ ദേവൂട്ടി എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിജിത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹായ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ അടിപൊളി ഹായ് കൊടുക്കോ? അഭിജിത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട്. ശക്തി ഹായ് മോളു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീന ചേച്ചി പറഞ്ഞിരിക്കുന്നത് ചക്കരയെന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ സൗമ്യ ചേച്ചി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ പോന്നു. വേറെ എന്തൊക്കെയുണ്ട്? എന്താ ആഗ്രഹങ്ങള്? എന്താ ദേവനന്ദ ഹോബീസ് എന്തൊക്കെയാണ്? എനിക്ക് എങ്ങനെ ചോദിച്ചാ പാട്ട് കേൾക്കാൻ ഇഷ്ട, ഡാൻസ് കളിക്കാൻ ഇഷ്ട, ആക്ട് ചെയ്യാൻ ഇഷ്ട, എവിടെയെങ്കിലും യാത്ര പോകാൻ ഇഷ്ട. യാത്ര പോകാൻ ഇഷ്ടമാണോ? എവിടെ ഇതുവരെ പോയതില് എവിടുത്തെ യാത്രയാണ് ഏറ്റവും ഇഷ്ടം? വീട്ടുകാരുടെ കൂടെ, ഫാമിലിയുടെ കൂടെ അല്ലേ പോയിട്ടുണ്ട്? അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഫാമിലിയുടെ കൂടെ അടിച്ചു പൊളിച്ചു പോയതില്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പോയ എല്ലാ സ്ഥലവും ഇഷ്ടമാണ്. അങ്ങനെയാണോ? ഓക്കെ. അപ്പൊ വീട്ടില് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? വീട്ടിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും മായമ്മയും പിന്നെ ഉണ്ണിയിലിച്ചനാണ്. ഉണ്ണി വലിച്ചനാരാണ്? ഇപ്പൊ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പേരാണല്ലോ. അത് അച്ഛൻ്റെ ചേട്ടനാണ്. ഓക്കെ. ഇപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? ഡാൻസോ അഭിനയമോ പാട്ടോ പാടുന്നവരോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കഴിവുള്ളവരുണ്ടോ? അങ്ങനെ കഴിവുള്ളതൊന്നുമില്ല. അമ്മ കണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ കുറെ നാളെ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് കഴിവുള്ള ആരും അറിയത്തില്ല. അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിച്ച ഒരു കുട്ടിയാണ് ദേവനന്ദ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദേവനന്ദയെ കൂടുതൽ ചേച്ചി കണ്ടേക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ് ഇട്ടാണ്, മോഡേൺ ഡ്രസ് ഒന്നും ഇട്ടില്ല. ഇന്നിപ്പോ ജീൻസ് ടോപ്പ് ഇട്ടൊക്കെ വന്നേക്കുന്നത്. പക്ഷെ എപ്പോഴും പാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ട് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് വരുന്ന ദേവനന്ദനെയാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതെന്താ അങ്ങനെ? എനിക്കതാ ഇഷ്ടം. എനിക്ക് മോഡേൺ ഡ്രസ് ഒന്നും അത്ര ഇഷ്ടമൊന്നല്ല. എനിക്കിങ്ങനെ നാടൻ പെൺകുട്ടിയായിട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് നടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞായിട്ട് കൊച്ചു പിടിക്കായിട്ട് അങ്ങനെ പോവാനാണ് ഇഷ്ടം. ജീൻസും ടോപ്പും ഇട്ടാലും ഞങ്ങൾക്ക് ചന്ദനക്കുറി നിർബന്ധമാട്ടോ, അല്ലെ? എവിടെ പോയാലും. ഓക്കെ. അപ്പൊ വേറെ ദിലീപ് കുമാർ പറഞ്ഞിട്ടുണ്ട് ദേവുട്ടി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെഫി ചേച്ചി പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്കും ഹാപ്പി ന്യൂ ഇയർ. സ്റ്റീഫൻ ചിന്നാർ പറഞ്ഞിരുന്നു ഗ്രേറ്റ് സച്ച് എ സൂപ്പർ ടാലന്റഡ് ലിറ്റിൽ ഏഞ്ചൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ജോമോൻ ചാണ്ടി ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ. ബെറ്റി ജോസഫ് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തതിന് കൺഗ്രാറ്റ്സ് പറഞ്ഞതായിരിക്കാം. പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നല്ലോ. അടിപൊളി. എന്തിനാ നാഗപ്പാട് ഒരു അമ്പലപ്പുഴയാണ് ഇരിക്കുന്നത്. ഹാപ്പി അല്ലേ? കംഫർട്ടബിൾ അല്ലേ? പിന്നല്ലേ കാഷ്വലായിട്ട് സംസാരിക്കാം. അടിപൊളിയായിട്ട് 2 പെർഫോമൻസ് അങ്ങോട്ട് കൊടുത്തത്. അതും ഒന്ന് നമ്മൾ ഒരുപാട് KP സുലൈമാനയുടെ ഒരു അടിപൊളി വരണം. രണ്ടാമത് ലൈവായിട്ട് ഒരു സംഭവം ഇട്ട് കൊടുത്തു. ഒരു ലാഗും ഇല്ലാതെ അടിപൊളിയായിട്ട് നല്ല എന്താ പറയാ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അപ്പൊ പിന്നെ കൺഗ്രാറ്റ്സ് അല്ലാതെ വേറെ എന്താ പറയാ? എന്നാ പിന്നെ വേറെ ഒരു അടുത്ത പെർഫോമൻസ് കൂടെ കണ്ടാലോ? പോയാലോ? ഇനി ഏതാ നമ്മുടെ ഇടുക്കി മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്? മോൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ? അവിടെ പ്രേക്ഷകരെല്ലാം വേണ്ടി ദേവുട്ടിയുടെ പെർഫോമൻസ് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ഏത് പെർഫോമൻസ് ആ ചെയ്യണേ? ഇനി ഒരു കോമഡി വീഡിയോ ചെയ്യാം. വെടിവെച്ചാൽ കോവിൽ വിലാസിനി. ഓക്കെ. അപ്പൊ ഇനി വെടിവെച്ചാൽ കോവിൽ വിലാസിനിയുടെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ കാത്തിരിക്കാം. എന്ത് ചെയ്യാ? ഞാൻ ഒരു ഡയറക്ടറാണ്. ഞാനാണ് ഈ നായികയെ തപ്പേണ്ടത്. ഈ പട്ടിക്കാട്ടി നായികയെ കിട്ടും, അതും റിയാലിറ്റിയുള്ള നായികയെ തന്നെ. എന്ത് ചെയ്യും?
ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം ചേച്ചി. ഒരു പെണ്ണില്ലാത്തോണ്ട് മനസ്സ് തീരെ സുഖമില്ല. അതല്ല, ഞാൻ നാടകത്തിന് വേണ്ടി ഒരു നായിക തപ്പി ഇറങ്ങിയ. ചേച്ചി കണ്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെ. ചേച്ചി ഏതോ നാടകവേദിയെ കളിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. കോട്ടയം VR പ്രസാദ് സംഘത്തിൽ കളിച്ചിട്ടില്ലേ? പിന്നെ തണ്ണിത്തോട് നാരായണൻകുട്ടി സംഘത്തിൽ. നാരായണൻകുട്ടി ഒന്ന് വിളിച്ചു, പക്ഷെ അണ്ണ വീട്ടില്ല. എനിക്ക് പോണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചേച്ചി പേരെന്തിന്? വിലാസിനി. സ്ഥലം വെട്ടിവെച്ചാങ്കോവിൽ. വിലാസിനി. അത് പറ, ഞാൻ എത്ര കണ്ടിരിക്കുന്നത്. ചേച്ചി അവനെ കഴിഞ്ഞ ഓണത്തിന് ചേച്ചി കുഷ്ഠരോഗിയായിട്ട് അഭിനയിച്ചില്ലേ? ഓ, അപ്പൊ 10 പാലം കൂടെ പഴം മതി കഴിഞ്ഞ അവിടെ അത് മതി. എന്റെ നാടകത്തിന് അതുപോലത്തെ നായികനുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോൾ അങ്ങ് ഡയലോഗ് മാത്രം പറയാം. ചേച്ചി എന്റെ കൂടെ നിന്നാ മതി. ഞാൻ പറഞ്ഞ എനിക്കല്ലേ കിട്ടുവോ? നായിക പൈസ ഇല്ലാത്ത പിന്നെ പറയാം. കൂടെ ഓക്കെ. ആരാണ് നീ? അത് ചേച്ചി, ഇത് നാടക ഡയലോഗ്. ഓ, ഞാൻ പറയണ അതിന്റെ കൂടെ പറഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ ബ്രഹ്മാണ്ഡ ലോകം വാഴും അഖിലാണ്ടേശ്വരി. ഈ തൊണ്ടൻ തല്ലിയെന്ന് എന്റെ പേര്. ചെറിയ പേര് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാ ചേച്ചി. പിന്നെ ഞാൻ ബ്രഹ്മാണ്ഡ ലോകം വാഴും അഖിലാണ്ടേശ്വരി. തൊണ്ടൻ തല്ലിക്കൊണ്ടിരുന്ന ഈശ്വരി. ഈശ്വരെങ്കിൽ ഈശ്വരി, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ശബ്ദിക്കരുത്. പറ. നാടകത്തിൽ നാടക ഡയലോഗാണത്. എല്ലാം നമുക്ക് വേറെ സീൻ നോക്കാം. ചേച്ചി ദേഷ്യം പറഞ്ഞു. ദേഷ്യം ചിരിക്കാനല്ല, ദേഷ്യം. പൈസ ഒന്നും തരില്ല. അത് മതി. ഒരു വാളൊക്കെ ഉണ്ട്. വാളൊക്കെ എടുത്തിട്ട് വേണം ഡയലോഗ് പറയാം. ഓക്കെ. അവന്റെ ശിരസ് കണ്ടിച്ചു കൊണ്ടുവരാൻ ഈ അഖിലാണ്ടേശ്വരി ഉത്തരവിടുന്നു. ചേച്ചി കിട്ടി. യുവമാരും നോക്കൂല, ഞാൻ നോക്കിക്കോളാം. ഇതേ സമയം ശത്രു സൈന്യം അഖിലാണ്ടേശ്വരി ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ ചേച്ചി നാടകത്തിൽ വാ. ചേച്ചി അല്ലേ? ആരെവിടെ? ആര്? ഈ ഡയലോഗ് എല്ലാം നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് ആ ഫിഗർ ഇല്ല, സ്ട്രക്ചർ ഇല്ല, ക്യാരക്ടറും ഇല്ല. ക്യാരക്ടറും ഇല്ല. നിങ്ങൾ അടിപൊളി കേട്ടോ. എന്തൊക്കെ തരത്തിലുള്ള ഭാവങ്ങളാണുള്ളത്. ഓക്കെ. അപ്പം അടിപൊളിയായിട്ട് അഭിനയിച്ചു. അപ്പൊ ഈ ഒരുപാട് ഭാവങ്ങളുണ്ട്. രൗദ്രം, അതുപോലെ കോമഡി ആയിട്ടുള്ളത്, സീരിയസ് ആയിട്ടുള്ളത്, ഇമോഷണൽ ആയിട്ടുള്ളത്. അതിൽ ഏത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കോമഡി ചെയ്യാനാണോ? ഓക്കെ. അപ്പൊ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത്രയ്ക്ക് ലെങ്തി ആയിട്ടുള്ള കോമഡി വീഡിയോസ് ഒക്കെ എങ്ങനെയാ നമ്മള് ഓരോ വീഡിയോസ് ഒക്കെ പഠിക്കുന്നത്, ചെയ്യാനായിട്ട് എങ്ങനെയാ? എത്ര സമയം എടുക്കുന്നത് പഠിച്ചു വരാനായിട്ട്? ചിലപ്പോ അര ദിവസം അല്ലെങ്കിൽ കൊറേ മിനിറ്റ്, ഇപ്പൊ 10 മിനിറ്റ് കൊള്ളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം. അത്രയും മതി ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഇത് വീഡിയോസ് ഒക്കെ പഠിച്ചെടുക്കാനായിട്ട്. ഓക്കെ. അപ്പം കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. വീണ ചേച്ചി പറഞ്ഞിട്ടുണ്ട് മൾട്ടി ടാലന്റഡ് ഡെബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബെറ്റി ചേച്ചി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു വേദിയിൽ മോൾക്ക് കിട്ടിയതിൽ അഭിനന്ദനങ്ങൾ. ഞാൻ താമസിച്ചു പോയി, ഇപ്പോഴാണ് ലൈവില് കയറിയത്. ഇസ്രായേലിലാണ് ചേച്ചി ഉള്ളത്. അപ്പൊ എന്തായാലും ലൈവിൽ വന്നില്ലേ, ഒത്തിരി സന്തോഷം. ഓക്കെ. അപ്പൊ സ്റ്റെഫി ചേച്ചി പറഞ്ഞിരിക്കുന്നുണ്ട് അടിപൊളി മോളെന്ന് പറഞ്ഞിട്ടുണ്ട്. കെവിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അഭിമാനമാണ്, ഇടുക്കിയുടെ അഭിമാനമാണ് ഈ മോളെന്ന് പറഞ്ഞേക്കുന്നത്. കേട്ടോ, ഒരുപാട് സന്തോഷം. ഇനി എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹം അനുഗ്രഹം ഉണ്ടാണ് കേട്ടോ. ഷൈവി ചേച്ചി പറഞ്ഞിട്ടുണ്ട് സൂപ്പർ മോളൂന്ന്. പിന്നെ സന്തോഷ് ചേട്ടൻ ചോദിച്ചേക്കുന്നു ദേവൂട്ടിയുടെ ന്യൂ ഇയർ ഒക്കെ എവിടെ വരെയായിരുന്നു? എന്താണ് ന്യൂ ഇയറിന്റെ പരിപാടിയൊക്കെ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അടിച്ചുപൊളിച്ച് പോകുന്നു. അന്ന് എന്തെങ്കിലും പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നു. പടക്കമൊക്കെ പൊട്ടിക്കാൻ പേടിയൊന്നുമില്ല? ഞാൻ പൊട്ടിക്കത്തില്ല, ചുവന്നാ പൊട്ടിക്കുന്നത്. പടക്കം പേടിയാണല്ലേ? ദേവതക്കുട്ടിക്ക് ഏറ്റവും പേടിയായിട്ടുള്ള കാര്യം എന്താ?
ഏറ്റവും പേടി? അതിനെ എലി അങ്ങനെ പേടിക്കാനുള്ള കാരണം? എന്റെ പല്ല് ഇങ്ങനെ കൂർത്തിരിക്കുന്നുണ്ട്, കടിക്കാൻ വരുമോ പേടി. ചുടാ, എലിയെ പേടിക്കണ്ട കേട്ടോ. വീട്ടിൽ എലി ശല്യമൊക്കെ ഉണ്ടാറുണ്ടോ? വീട്ടിലെങ്ങനെ എലി ശല്യമൊക്കെ ഉണ്ടോ? ഇല്ല, പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോ റോഡിൽ കൂടെ പോകുമ്പോഴത്തേനും ചിലപ്പോ പെട്ടെന്ന് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും അയ്യോ. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഇഷ്ടമുള്ള കാര്യം എന്ന് ചോദിച്ചാ ഇതൊന്നും ഇല്ല. എനിക്ക് ഡാൻസിങ്, ആക്ടിങ് അങ്ങനൊക്കെ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇപ്പൊ ഡാൻസ് പഠിക്കുന്നുണ്ട്. എത്ര നാളായി ഡാൻസ് പഠിക്കുന്നു? ഞാനിപ്പോ 8 വർഷമായി. 8 വർഷമായി. എവിടെയാ പഠിക്കുന്നത്? ആരാ ഗുരു? കട്ടപ്പനയിലെ മുദ്ര ഡാൻസിലാണ് ഞാൻ പഠിക്കുന്നത്. അരുൺ രാമചന്ദ്രൻ എന്നാണ് മാഷിന്റെ പേര്. അപ്പം സാറിന്റെ ഇതിലാണ് ആ, പഠിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, അത് ശ്രീകല സുരേഷ് സൂപ്പർ മോള് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ബിജു ജോസഫ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു അങ്കിളെ. ഗൗരി മോൾ ജി കെ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹായ്. കുട്ടിക്ക് വിശ്വംഭരൻ ചേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജാൻസി സജി ചേച്ചി ചോദിച്ചിരിക്കുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. വീട്ടില് അച്ചുകുട്ടനുണ്ട്, മായമ്മയുണ്ട്, 2 അനിയന്മാരുണ്ട്, അച്ഛമ്മയുണ്ട്, അച്ഛന്മാരുടെ അച്ഛനും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്താ എന്തൊക്കെ? അപ്പൊ മോളുടെ ഏറ്റവും വലിയ അംബിഷൻ പോലീസ് ആണോ എന്നാണ് പറഞ്ഞു ആ അല്ലേ? ഓക്കെ. വേറെ പിന്നെ ആക്ടിങ് അപ്പൊ അതിനോടൊപ്പം കൊണ്ടുപോകുമോ? ആ, ആക്ടിങ്ങും ഡാൻസിങ്ങും അതും വേണം. ആക്ടിങ് ഡാൻസിങ് ആണ് മെയിൻ അല്ലേ? ഉം. ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ ലൈവിൽ ഇങ്ങനെ ഇത്രയ്ക്കും മിടുക്കിയായ ഒരു കുട്ടിയെ നമ്മുടെ ലൈവിൽ കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ഇടുക്കി മീഡിയയിലേക്ക് എന്നെ ലൈവിന് വിളിച്ചതിൽ തന്നെ ഒത്തിരി സന്തോഷമായി. അപ്പൊ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ? യോ, ഈ അമ്മയോട് ചോദിക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് ഞെട്ടുവാണ്. എത്ര വീഡിയോസ് ആണ് നാലോചിക്കേ? ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടില്ലേ? എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ എണ്ണമൊന്നും എടുക്കത്തൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ്? ഇപ്പം ലളിതാമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഉർവശി ചേച്ചിയുടെ ചെയ്തിട്ടില്ലേ? ആ. അങ്ങനെ ഇപ്പൊ ഓരോ ക്യാരക്ടർ തിരഞ്ഞെടുക്കാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? അത് എന്നോട് അങ്ങനെ ചോദിക്കല്ല. അത് സെലക്ട് ചെയ്യുന്നത് അച്ചുകുട്ടനും മായമയും പിന്നെ ഓരോരുത്തര് ചെയ്യാൻ ഇങ്ങനെ തരുന്നുണ്ട്. മോളൂട്ടി ഇതൊന്ന് ചെയ്യാമെന്ന് ആ. ചോദിച്ചിട്ട് അതും അങ്ങനെ ചെയ്യും. ഓക്കെ. സിന്ധു ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ട്, ഹായ് മോളു, ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അതുപോലെ മനീഷ് തുണ്ടത്തിൽ ഹായ് മോളു, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. മനീഷ്. താങ്ക് യു അങ്കിളെ. പിന്നെ കുട്ടപ്പൻ കുട്ടായി ചേട്ടൻ പറഞ്ഞിരുന്നു, മോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പുളിയമലയിലെ KEP സ്കൂളിലാണ് പഠിക്കുന്നത്. റിനി ചേച്ചി കമന്റ് ചെയ്തേക്കുന്നു, മോളു യു ആർ ഗുഡ് ആക്ടർ എന്ന് പറഞ്ഞാണ് കമന്റ് ചെയ്തേക്കുന്നത്. താങ്ക് യു. ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ. പിന്നെ എന്നാ ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളത്? നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഇത്രയും വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്തെ ഇത്രയും സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഏതാ ഓർക്കുന്നുണ്ടോ മോള്? അങ്ങനെ നോക്കുന്നില്ല. എന്റെ എല്ലാ വീഡിയോസും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്റെ ബിനുങ്കളും സാജുങ്കളും ആണ്. അപ്പൊ അവരാണോ ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ ഷെയർ ചെയ്ത് പോകുന്നത്? അവരാണ് എല്ലാ പേജുകളിന്റെ അകത്തും ഗ്രൂപ്പുകളിന്റെ അകത്തൊക്കെ ഇടുന്നത്. എല്ലാം അവരാണ്. ഓക്കെ. അപ്പൊ ആരു സിജോ ചേച്ചി കമന്റ് ചെയ്തിരിക്കുന്നു, ദേവുട്ടിക്ക് മോളെ പോലെ കലാപരമായോ മറ്റ് കഴിവുകളുള്ള മറ്റു കുട്ടികളോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോന്ന്? മോളെ പോലെ ഇങ്ങനെ ഡാൻസ് കളിക്കുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന വേറെ കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോന്ന്? അവരുടെ അടുത്താ? അവരുടെയൊക്കെ എന്താ റോൾ മോഡൽ ആയിരിക്കാം മോള്. അതുപോലെയല്ലേ ഓരോ അഭിനയൊക്കെ നമുക്ക് കാഴ്ചവെച്ച് തരുന്നത്. അപ്പം അനിയന്മാരായിട്ടുള്ളതും ചേച്ചിമാരായിട്ടുള്ളതൊക്കെ ഇങ്ങനെ അഭിനയിക്കുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന കുറെ പേരുണ്ടല്ലോ. അപ്പൊ അവരുടെ അടുത്ത് എന്താണ് മോൾക്ക് പറയാനുള്ളത്? അവരുടെ അടുത്ത് പറയാനുള്ളത് നമുക്ക് എന്താണ് ഇഷ്ടം അത് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താവശ്യത്തിനാണെങ്കിലും എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ്. ഓക്കെ. അപ്പൊ ദേവൂട്ടിക്ക് കിട്ടിയ സപ്പോർട്ട് അവർക്കും കൊടുക്കണം. അതാണ് നല്ല നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ദേവൂട്ടിക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, അതുപോലെ ദേവൂട്ടിയെ പോലെ ദേവനന്ദക്കുട്ടിയെ പോലെ പാട്ടൊക്കെ പാടുന്ന അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന നല്ല കഴിവുള്ള കുട്ടികളെ എന്നെ പോലെ തന്നെ അവരെയും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്താ ഇങ്ങനെ ഈ പാവമായിട്ടിരിക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും സിനിമകളൊക്കെ ആയി ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി, പുറത്തൊക്കെ വീടിന് പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ വന്നിട്ട് ദേവനന്ദക്കുട്ടിയല്ലേ, ദേവനന്ദ രതീശല്ലേ, ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എല്ലാം എടുക്കാറുണ്ടോ? അപ്പൊ എന്താ തോന്നുന്നേ? ഭയങ്കര സന്തോഷം.
ഭയങ്കര സൗഹൃദം. ഒത്തിരി പേരെങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചറിയും. അങ്ങനെ വരുമ്പോ കൂട്ടുകാർക്ക് കുശുമ്പെല്ലാം തോന്നിയിട്ടുണ്ടോ? കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് അവരിങ്ങനെ ഇല്ല, എനിക്കങ്ങനെ തോന്നി. എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അവർക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ചുമ്മാ ചോദിച്ചാട്ടോ. അപ്പൊ വേണമെങ്കിലേ ഞാൻ ചോദിക്കട്ടെ, ചിലർക്ക് ഉണ്ടല്ലോ ചെറിയ ചെറിയ ലൈക്ക് ചെറിയ ഷോർട്ട് മൂവീസിലോ അതുപോലെ അഡ്വർടൈസ്മെന്റിലൊക്കെ അഭിനയിച്ചു ഭയങ്കര ജാടായിരിക്കും. നമ്മളെ കണ്ട പോലും മൈൻഡൊന്നും ചെയ്തൊന്നുമില്ല, ഭയങ്കര ജാട സംസാരമായിരിക്കും. പക്ഷെ ദേവനാഥ കുട്ടി ഉണ്ടല്ലോ ഭയങ്കര നിഷ്കളങ്കായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താ അങ്ങനെ? അതാണ് പോയിന്റ് കേട്ടോ. നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക. ഇതിങ്ങനെ ഇത്രയ്ക്ക് ബോൾഡ് ആയിട്ട് സംസാരിക്കുന്നത് 11 വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ്. ഇങ്ങനെ മെച്ചുവേർഡ് ആയിട്ട് ഇങ്ങനെ പക്വതയായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എവിടുന്നാ പഠിച്ചത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? മൊത്തം എക്സ്പ്രസീവ് ആയിട്ട് സംസാരിക്കാനായിട്ട് അങ്ങനെ ആരൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ചെടാ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ എത്ര വിവരങ്ങളിൽ എത്തിയാലും ഈ ഒരു നിഷ്കളങ്കത്വം എന്നും സൂക്ഷിക്കാനായിട്ട് മോൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് വേറൊരു പെർഫോമൻസ് കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എന്താ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നേ? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഒരുപാട് പെർഫോമൻസുകൾ ഉണ്ടല്ലോ അല്ലെ? ഇപ്പൊ നമുക്ക് ഒത്തിരി ഉണ്ട്. ഒത്തിരി ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ സപ്പോർട്ടാണ്. ആ ദിവസം ഒത്തിരി കോളുകൾ വരാറുണ്ടോ? മോളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കോളുകളൊക്കെ വരാറുണ്ടോ? ഒരുപാട് കോളുകൾ ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തര് വിളിച്ചിട്ട് പറയും മോളെ നല്ല അഭിനയ ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ. சார், நீங்க பண்றது ரொம்ப பெரிய உதவி சார். ஆனா உங்களுக்கு கொடுக்க காசு எதுவும் என்கிட்ட இல்ல. வித்தா காசு வர பொருள்னு இதா இருக்குது. தங்கத்துல தாலி கட்டி என்ன கூட்டியாருன்னு ரொம்ப கஷ்டப்பட்டாரு. இல்லைன்னா இதே வித்து காசு கொடுத்துருவேன். பிறக்கும் போதே நான் வக்கீலா பிறக்கல, மனுஷன் தான் பிறந்தேன். பாம்பு கடிச்சு உயிர் காப்பத்து அவசர மாத்திரம் கூட்டிட்டு வராங்க. அவர்கிட்ட காசு இல்லைன்னா நீ வைத்தியம் பார்க்க மாட்டியா? சிச்சி, காசு உசுறு ஒண்ணா சார்? அந்த போலீஸ்காரவங்க வந்தா கூட வைத்தியம் பார்த்து தான் அனுப்புவேன். உங்களுக்கு சம்மதம்னா அந்த போலீஸ்காரங்கிட்ட பேசி தேவையான பணம் வாங்கி தரேன். பசங்களோட எதிர்காலத்துக்கு தேவைப்படும். நீங்க தான் முடிவெடுக்கணும். பிறக்க போற பிள்ளைக்கு இதான் அப்பன்னு காட்டுறதுக்கு என் புருஷன் இல்லை. ஆனா என்கிட்ட நிறைய பணம் இருக்கு. அதுல தான் பிள்ளைங்களுக்கு சோறு போடணும். இந்த சோத்துக்கு பணம் எதமாவது வளர்ந்த பிள்ளைங்க கேட்டதுன்னா இதுங்க அப்படி அடிச்சே கொண்டு வந்து கொடுத்த காசு அதுதான் நம்ம பிழைக்கிறோம் சொல்லட்டுமா சார்? எங்களை சாப்பிடிச்சாலும் எனக்கு நாதி இல்லதா? கொலகாரங்க காசுல சோறு திங்க முடியும். இந்த கேஸ தோத்தாலும் கவலை இல்லை. பிள்ளைங்க கிட்ட போராடி தோத்தேன்னு சொல்லிக்கிறேன். எதிர்காலத்துக்கு தேவைப்படும். நீங்க தான் முடிவெடுக்கணும். എന്നാ പറയണ്ടെന്ന് അറിയാതെ നിൽക്കാണ്. വീഡിയോ തീർന്നു കഴിഞ്ഞ് തൊട്ടടുത്ത സെക്കൻഡിൽ മുഖത്ത് വന്ന ചിരിയാണ്. എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നത്? ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കണം. അറിയാൻ പാടില്ല, കാരണം തൊട്ടടുത്ത് നിന്നിട്ട് ലൈവായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടർ മാറി കഴിയുമ്പോ തൊട്ടടുത്ത സെക്കൻഡില് മുഖത്ത് ചിരിയാണ് വരുന്നത്. അത്രയും സങ്കടപ്പെട്ട് കരഞ്ഞ് കണ്ണീരൊക്കെ ആയിട്ട് നിന്നിട്ട് തൊട്ടടുത്ത സെക്കൻഡിൽ ഇങ്ങനെ ചിരി വരുമ്പോ എന്താ പറയേണ്ടത് അറിയത്തില്ല. വളരെ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ശരിക്കും ദൈവാനുഗ്രഹം ഉണ്ട്, ഒരുപാട് തോന്നിയിട്ടുണ്ട്. അപ്പം മുഖത്ത് നോക്കിയാൽ അതൊരു ദൈവി ചൈതന്യം ഉണ്ട്, ശരിക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കമന്റ്സ് കൂടെ വന്നിട്ടുണ്ട്, നോക്കാം. സിനിമയിൽ അവസരം വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ദേവനന്ദക്കുട്ടിയുടെ ഏറ്റവും പുതിയ മൂവി ഏതാണ്? ആകാശത്തിന് താഴെ. ഓക്കെ ഓക്കെ, വേറെ ഏത് 2 മൂവീസ് ഉണ്ടായിരുന്നല്ലോ? ഒന്ന് ഗ്രീൻ ചില്ലീസ് തമിഴ് മൂവി, ഒരിടത്തും പിന്നെ മറയൂ, അത് രണ്ടും മലയാളം. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇനി എന്തായാലും ദേവനന്ദക്കുട്ടിക്ക് നല്ല ദിവസങ്ങളാണ്. അപ്പൊ അടുത്ത വർഷം എന്ന് പറയുന്നത് ദേവനന്ദക്കുട്ടിയുടെ വർഷമായിട്ട് ഒരുപാട് സിനിമകൾ ഇപ്പം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അടുത്ത വർഷം നമുക്ക് ദേവനന്ദക്കുട്ടിയെ ബിഗ് സ്ക്രീനിൽ കാണാം. അപ്പൊ അതുപോലെ വലിയ സ്റ്റാർ ഒക്കെ ആയിട്ട് നമ്മൾ ചേച്ചിയുടെ ഇന്റർവ്യൂ ഒക്കെ ചോദിച്ചാൽ ചേച്ചിക്ക് തരുമോ? പിന്നെന്താ, തരുമല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ ജോമോൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അനിത മനോജ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ബെറ്റി ജോസഫ് കമന്റ് ചെയ്തിട്ടുണ്ട് അവസരം ഒരുക്കിയ ഇടുക്കി മീഡിയയ്ക്കും ദേവൂട്ടിക്കും ഉയരങ്ങളിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ, മോളെ സിനിമയിൽ എത്തും, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നമ്മളെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഈ ലൈവ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ദേവനന്ദക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു ലൈവ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കലാകാരന്മാരെ നമ്മുടെ സമൂഹത്തിന് ആവശ്യം, ഇങ്ങനെ കഴിവുള്ളവരെ മുൻപന്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പം ബീന ചേച്ചി പറഞ്ഞിട്ടുണ്ട് നാഷണൽ അവാർഡ് വരെ കിട്ടാൻ കഴിവുള്ള കുട്ടിയാണ്, പ്ലീസ് സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നാഷണൽ അവാർഡ് വരെ കിട്ടാനായിട്ട് നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കണം. അവർക്ക് കൊടുക്കാവുന്നതിന് മാക്സിമം സപ്പോർട്ട് നമുക്ക് കൊടുക്കാതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ദേവനന്ദക്കുട്ടിയുടെ ഈ ഒരു ലൈവും അതുപോലെ തന്നെ ദേവനന്ദക്കുട്ടിയുടെ പെർഫോമൻസും നിങ്ങൾ ഷെയർ ചെയ്യുക, കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അല്ലെ? അങ്ങനെ അങ്ങനെ എല്ലാവരും പറഞ്ഞ അടിപൊളി ഒരു സ്റ്റാർ ആവും. ചേച്ചിക്കുട്ടിയുടെ നാമം തന്നെ ആവട്ടെ. ഓക്കെ, അപ്പം അജിമോൾ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, മോളേന്ന് വിളിച്ചിട്ടുണ്ട്. എന്തോ. പിന്നെ കുട്ടപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഡാൻസ്, സോങ്, സ്പീച്ച് ഓർ ആക്ടിങ് മോളുടെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ടാലന്റിനെ പറ്റി എന്താ പറയുന്നത്? ഇപ്പൊ ഡാൻസ് ആണോ, പാട്ട് പാടുവോ? യോ, പാട്ടോടിയതാ ഇപ്പൊ ലൈവിലുള്ള എല്ലാവരും പോവേ. ചേച്ചിക്കുട്ടി ഇപ്പൊ ഇവിടുന്ന് ഓടിപ്പോവേ. പ്രസംഗം പറയുവോ? പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഈ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? ആ. ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്? ഭരതനാട്യത്തിലും പിന്നെ നാടോടി പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? എ ഗ്രേഡും കിട്ടി. കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എത്ര നാളായി, ഏത് ക്ലാസ് തൊട്ടാ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത്? 4ാം ക്ലാസ് വെച്ചാ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 2 വർഷം. പിന്നെ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് പ്രോഗ്രാം ചെയ്യാനൊന്നും നമുക്ക് വേദി ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് പക്ഷെ ദേവനന്ദക്കുട്ടിക്ക് കുഴപ്പമില്ലായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടില്ലേ? നമുക്ക് പിന്നെ കോവിഡ് ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ വീഡിയോയ്ക്ക് പഞ്ഞൊന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിട്ട് കുറെ വീഡിയോസും എനിക്ക് തോന്നുന്നു ഈ 2 വർഷം കൊണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് ദേവനന്ദക്കുട്ടിയുടെ വീഡിയോയും അതുപോലെ ഒരുപാട് ആൾക്കാര് ദേവനന്ദക്കുട്ടിയെ തിരിച്ചറിയുകയും ഇപ്പൊ ഈ ഒരു 2 വർഷത്തിനിടയിലല്ലേ മറ്റേ ഫ്ലവേഴ്സിലാണെങ്കിലും പിന്നെ കൈരളിയിലാണെങ്കിലും ഒക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമായിട്ടിരിക്കുന്നു. ബെറ്റി ചേച്ചി പറഞ്ഞിട്ടുണ്ട് സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ഒരു കമന്റ് വന്നിരിക്കുന്നത് ഹായ് സൂപ്പർ ദേവികക്കുട്ടി കട്ട സപ്പോർട്ട്. അൻസി ചേച്ചി യൂട്യൂബിൽ വീഡിയോ വരില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ബാക്കി യൂട്യൂബിലെ വീഡിയോ ഉടനെ വരും. നിങ്ങൾ എന്തായാലും ഇടുക്കി മീഡിയ ചാനല് കാണുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ സന്തോഷം. ഇപ്പൊ ലൈവില് മോളുടെ ദേവനന്ദക്കുട്ടിയുടെ ലൈവില് വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് ഇപ്പൊ ചിരി പ്രോഗ്രാമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം രാവിലെ വൈകിട്ട് വീഡിയോ ഉണ്ട്, അപ്പൊ കാണുക. തുടർന്നും നമ്മുടെ ചാനലില് അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന സപ്പോർട്ട് നമ്മുടെ ഓരോ പ്രോഗ്രാമിനും അതുപോലെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്കും ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ദേവനന്ദക്കുട്ടിയാണ്. അപ്പൊ തുടർന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ആർട്ടിസ്റ്റുകൾക്കും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അജ്മോള് ചേച്ചി പറഞ്ഞോണ്ട് ചക്കര കുട്ടികൾ കുമ്മാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മോക്ക്. ഓക്കെ, അജിത്ത് മനോജ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ദേവൂട്ടി നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. അരുൺകുമാർ പറഞ്ഞിട്ടുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പുതിയൊരാളാണ് ലൈവിൽ വന്നിരിക്കുന്നത് റെജിമോൻ ജോസഫ് സൂപ്പർ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് എവിടെയും കമന്റ് മിസ്സായെന്ന് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇനിയും ഒരുപാട് കലയിൽ മികവുള്ളവരെ എല്ലാം കലയിൽ മികവുള്ളവരെ എല്ലാം ലൈവിൽ കൊണ്ടുവരൂ. അവതാരിക സൂപ്പർ, ദേവൂട്ടി സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നമ്മൾ കൊണ്ടുവരുന്ന ഓരോരുത്തർക്കും നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് നൽകുക. അപ്പൊ ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ക്ലാസ് തുടങ്ങിയോ? ക്ലാസ് തുടങ്ങിയപ്പോ ക്രിസ്മസിന്റെ. അതെ, അപ്പം 2 വർഷം വീട്ടിലിരുന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് പോയപ്പോ എന്തായിരുന്നു ഒരു അനുഭവം? ഞാൻ സ്കൂളിൽ പോയില്ല, ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. എന്താ പറഞ്ഞേ?
പഠിക്കുന്നേ ഇല്ല, സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ല. ഇല്ല, പെർഫോമൻസ് ഇങ്ങനെ പ്രോഗ്രാമും ഷോ ഒക്കെ ഉള്ളതുകൊണ്ടാണോ? അല്ല അല്ല അല്ല, അങ്ങോട്ട് ബസ് വരാൻ തുടങ്ങിയില്ല. ബസ് വന്നിട്ട് ഏത് റൂട്ടാണ്? എവിടെ കറക്റ്റ്? ദേവനന്ദക്കുട്ടി എവിടെയാ താമസിക്കുന്നേ? അമ്പലമേട്. അമ്പലമേടാണോ താമസിക്കുന്നേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ അമ്പലമേടിൽ ഞങ്ങളുടെ ഒരു ഇടുക്കി മീഡിയയുടെ ട്രാവലിംഗ് ഗ്രൂപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ദേവനന്ദക്കുട്ടിയുടെ വീട് അവിടെ നമുക്ക് അറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അമ്പലമേടല്ലേ? അതെ. ഓക്കെ ഓക്കെ, ഇനി വരുമ്പോ വരാം കേട്ടോ. നീ വാ. ഇവിടെ കട്ടപ്പന അമ്പലമേടാണോ? ഏത് അമ്പലമേടാ? കട്ടപ്പന അമ്പലമേടാണോ? ഞാൻ പോയിരിക്കുന്ന കാമാക്ഷിയുടെ അമ്പലമേടുണ്ടോ? അതാ ഞാൻ ചോദിച്ചേ. അല്ല, കാമാക്ഷിയൊന്നുമല്ല, സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റില്ല. കാരണം ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ടല്ലോ അമ്പലമേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയും ചെയ്ത് ഇങ്ങനെ പോയതാണല്ലോ, അപ്പൊ അവിടെ ആരെങ്കിലും പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തു. ആ അമ്പലമേടല്ലേ ഈ അമ്പലമേട്? രണ്ട് അമ്പലമേടാണല്ലേ? ഓക്കെ, അപ്പൊ ആ റൂട്ടിലാണോ വണ്ടി വരാത്തെ? ബസ് വരത്തില്ല? ബസ് വരത്തില്ലെന്നല്ല, ബസ് വരാൻ തുടങ്ങിയില്ല. സത്യം പറ, അതിന്റെ പേരില് സ്കൂളിൽ പോകാൻ മടി പിടിച്ചിരിക്കുകയാണ്, അറിയാം. അല്ലല്ലോ, ഇപ്പൊ ക്രിസ്മസിന്റെ അവധിയാണല്ലോ. ആണല്ലോ, അതുകൊണ്ട്. അല്ല, ക്രിസ്മസിന് മുമ്പ് ക്ലാസ് ഒക്കെ തുടങ്ങിയായിരുന്നല്ലോ, എന്നിട്ട് പോയില്ലല്ലോ. പോയില്ല, ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നു. മടിയാണ് പോകാനായിട്ട്. എനിക്ക് മടിയൊന്നുമില്ല. കൂട്ടുകാരൊക്കെ കാണാമല്ലോ. കൂട്ടുകാരൊക്കെ കാണാൻ, എന്നിട്ട് എന്നെ കാണാൻ പോവാനേ? എനിക്കറിയാട്ടോ ദേവനത്തെ കുട്ടി മിടുക്കി കുട്ടിയാണ്. ചുമ്മാ പറഞ്ഞാൽ മടിയൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ ഫുൾ A+ ഒക്കെ മേടിക്കോ? ഇല്ല. അപ്പൊ പഠിച്ച് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കാണ്. അതുപോലെ തന്നെ ആക്ടിങ്ങില് എന്തോരം ഹൈ ലെവലിൽ പോകാവോ അത്രയും ഹൈ ലെവലില് പോവാ. ഓക്കെ, കുട്ടപ്പൻ ചേട്ടൻ കമന്റ് ചെയ്തിരിക്കുന്നത് പഠിത്തവും ടാലൻസും എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇത് രണ്ടും എങ്ങനെയാ ബാലൻസ് ചെയ്യുന്നേ? അതായത് പഠിത്തത്തിലും ഒന്നാമതാണ്, ആക്ടിങ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം ഒന്നാമതാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നേ? ഒന്നിലൊന്നും പിന്നോക്കം പോകുന്നില്ല, എല്ലാത്തിനും മുൻപന്തിയിലാണ്. അതെങ്ങനെ സാധിക്കുന്നതെന്നാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അത്ഭുതമാണ്. പഠിത്തത്തിലെ മിടുക്കിയാണ്, അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് വീഡിയോ എടുത്താലും ദേവനന്ദക്കുട്ടി ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും മോളുടേതായ ഒരു മുദ്ര അതിനകത്തുണ്ട്. മോളുടേതായ ഒരു കയ്യപ്പ് ആ വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അത്ഭുതമാണ് ഇതെല്ലാം എങ്ങനെയാണെന്ന്. അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാ എല്ലാം ഒരേപോലെ കൊണ്ടുപോകണ്ടേ? പിന്നെ വേണം, ഒന്നിനും ഉഴപ്പാനൊന്നും പാടില്ലല്ലോ. അതാണ്. പിന്നെ ദൈവാനുഗ്രഹം ഉണ്ട്, ടീച്ചേഴ്സിന്റെ പേരൻസിന്റെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് പിന്നെ പേടിയൊന്നുമില്ല. കിട്ടുന്ന സമയം പഠിക്കുന്നു, ബാക്കിയുള്ള സമയം വീഡിയോ ചെയ്യുന്നു. അതാണ് കേട്ടോ ഞങ്ങളുടെ ഹോബീസ്. ഞങ്ങൾ വേറെ എങ്ങനെ പരിപാടിക്കൊന്നും പോവാറൊന്നുമില്ല. ഞങ്ങള് പഠിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഓക്കെ, അപ്പം അപ്പൂസ് കമന്റ് ചെയ്തിട്ടുണ്ട്, മോളെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഭിലാഷ് മലശ്ശേരി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. പിന്നെ കുട്ടപ്പൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നു, ടീച്ചേഴ്സ് സപ്പോർട്ട് ആണോ, ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ ക്ലാസ് എന്ന്? ക്ലാസ് ഓൺലൈൻ ആണ് അല്ലേ? ടീച്ചേഴ്സ് സപ്പോർട്ട് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് കട്ട സപ്പോർട്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാ? എനിക്ക് അങ്ങനെ ഇതാണ് എന്നെ ചോദിച്ചത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും ഒരു പൊട്ടിക്കിന് സ്നേഹം കൂടുതൽ ക്ലാസ് ടീച്ചർ, മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ, അങ്ങനെ ആരെയും ഉണ്ടോ? എപ്പോഴും ദേവനന്ദക്കുട്ടി അടുത്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ടീച്ചർ ഇല്ലേ? എല്ലാ ടീച്ചർമാരും ഒരേപോലെ. എല്ലാ ടീച്ചർമാരും ഒരേപോലെ. കാരണം അറിയോ, എനിക്കിനി വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്ലാസ്സിലോട്ട് ചെല്ലേണ്ടതാ. അതുകൊണ്ടല്ലേ നാളെ ടീച്ചർമാര് ചോദിക്കരുത് എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുക. അതുകൊണ്ടല്ലേ എല്ലാരും ഇഷ്ടമെന്ന് പറയണേ. അല്ല, എല്ലാവരും ഒരേപോലെ നമുക്ക് അങ്ങനെ ആരെടുത്ത് എന്തേലും അവരെങ്ങനെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടൊക്കെ സംസാരിക്കുന്ന, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയെ എങ്ങനെയാ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? എല്ലാരും സപ്പോർട്ട് ചെയ്തല്ലേ ഉള്ളൂ. വഴക്കുണ്ടാക്കുവോ അനിയന്മാരോടൊക്കെ? 2 അനിയന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ, വഴക്കുണ്ടാക്കുവോ? അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എന്റെ കഴിയുമ്പോ അമ്മയുടെ അടുത്ത് ചോദിക്കും ആരാ വഴക്കുണ്ടാക്കുന്നേ? ദേവനന്ദക്കുട്ടിയാണോ അതോ എന്റെ അനിയന്മാരെ എന്താന്ന് വിളിക്കുന്നേ? അനിയൻകുട്ടനെ കുഞ്ഞനിയൻകുട്ടനെ. ആഹാ, ഉള്ള വെറൈറ്റി ആണല്ലോ. അച്ചക്കുട്ടൻ, മായമ്മ, അനിയൻകുട്ടൻ, കുഞ്ഞനിയൻകുട്ടൻ. ആരാ ഇതൊക്കെ പേര്? ഈ അനിയൻകുട്ടാന്ന് കുഞ്ഞനിയൻകുട്ടാന്നൊക്കെ വിളിക്കാന്ന് തീരുമാനിച്ചേരാ? പേരിട്ടാരാ? ഞാൻ തന്നെ വിളിച്ചത്. തന്നെ വിളിച്ചതാ. അപ്പൊ ഇങ്ങനെ വഴക്കുണ്ടാക്കോ? ഞാൻ തന്നെ ഇങ്ങനെ അനിയൻകുട്ടാ കുഞ്ഞിനിയൻകുട്ടാന്നൊക്കെ വിളിച്ചിട്ട് അവരുടെ വഴക്കുണ്ടാക്കോ? സത്യം പറയണം. വിഷയം മാറുണ്ടോ? വഴക്കൊക്കെ ഉണ്ടായി കഴിയുമ്പോ എടാന്നൊക്കെ ആയിരിക്കും. 2 പേരോട് വഴക്കുണ്ടാക്കോ?
രണ്ടനിയന്മാരോട് വഴക്കുണ്ടാക്കുവോ? ആരെങ്കിലും വഴക്കുണ്ടാക്കുന്നേ എന്തെങ്കിലുമൊക്കെ കാര്യത്തില് വല്ലപ്പോഴൊക്കെ വഴക്കുണ്ടാക്കുന്നത്. വഴക്കുണ്ടാക്കുള്ളൂ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഉണ്ടാക്കും. വഴക്കുണ്ടാക്കാൻ വരുമ്പോ ഞാൻ പേടിച്ചോളൂ. വഴക്കുണ്ടാക്കാൻ പേടിച്ചോടുന്നോ? ആഹാ, അങ്ങനെ അവൻ അനിയൻകുട്ടൻ നന്നായിട്ട് വഴക്കുണ്ടാക്കുവോ? എന്ത് കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തല്ലുകൂടണേ? അങ്ങനെ ചോദിച്ചാ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുവോ, ശല്യപ്പെടുത്തുവോ? ഇല്ല. അപ്പൊ അവന്മാർ അവിടെ എവിടെയെങ്കിലും പോയി ഒന്ന് കളിക്കരുത്. കളിക്കുമായിരിക്കും, അപ്പോഴായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കണേ? പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം. എന്തെങ്കിലുമൊക്കെ കാര്യം എപ്പോഴൊക്കെ വരുന്നല്ലേ? ഓക്കെ, ഇപ്പൊ 2 കമന്റ്സ് വന്നിട്ടുണ്ടേ. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് അപ്പൂസ് ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പുളിയമലയിലെ KP സ്കൂളിലാണ് പഠിക്കുന്നത്. ജാക്സൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഹായ് അല്ലൂസ്, ഹായ് ദേവൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഹായ്. എനിക്ക് ഹായ് തന്നിട്ടുണ്ടായിരുന്നു, തമാശ കേട്ടോ. ഓക്കെ, കുട്ടപ്പൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നുണ്ടല്ലോ, വെരി ക്വസ്റ്റൻ ആണേ. ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ദേവനന്ദ കുട്ടി രാവിലെ ഏത് സമയത്ത് എണീക്കുന്നത്? ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ, അമ്മ കിടന്ന് ഭയങ്കര ചിരി. എപ്പോഴാണ് എണീക്കുന്നത്? പറയണോ? സത്യം മാത്രമേ അറിയാവുള്ളൂ. ഒരു 10, 9, 10. അല്ല, 9:00 ക്ലാസ് ഉണ്ട്. ആ. 9:15, 9:20. ഒക്കെ ആവുമ്പോ എണീക്കും. എണീറ്റ് കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിലോട്ടാണോ? എന്താ മോനെ പല്ല് കഴുകും, അപ്പൊ തന്നെ കേറി ക്ലാസ്സിൽ ഇരിക്കും. കേട്ടോ, അല്ല ഇങ്ങനെ ആദ്യം ഇങ്ങനെയാണ്. അങ്ങനെ 9, 9:15, 9 ഇല്ല, ആകുമ്പോ ഞാൻ എണീറ്റ് വരും. പിന്നെ പല്ല് കഴുകും, പിന്നെ ക്ലാസ് ഇരിക്കും. പിന്നെ മുഴുവൻ ഡീസന്റാ. ആരാണെന്ന് വിളിക്കുന്നത്? അമ്മയാണോ അതോ അച്ഛനാണോ വിളിക്കുന്നത്? അല്ല, അച്ചുകുട്ടന് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും പണിക്ക് പോകും. മായമ 9 മണിയാകുമ്പോ വന്ന് വിളിക്കും. ആദ്യം വിളിക്കും. ദേവൂട്ടി എന്നാണോ വീട്ടിൽ വിളിക്കുന്നേ? അല്ല, മീനുകുട്ടി എന്നാ വിളിക്കുന്നത്. മീനുകുട്ടി എന്നാണോ വിളിക്കുന്നേ? ഓക്കെ, ആദ്യം ഇങ്ങനെ വിളിക്കും, മീനുട്ടീന്ന് വിളിക്കും, സ്നേഹത്തോടെ വിളിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കാതെ അല്ല, അങ്ങനല്ല. അമ്മ ആദ്യമേ വിളിക്കും. പതുക്കെ ഞാൻ പതപ്പെടുത്ത് മൂടി ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അമ്മ വീണ്ടും വന്ന് വിളിക്കും. എന്നിട്ട് എഴുന്നേക്കത്തില്ല. ഏറ്റവും ലാസ്റ്റ് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇടി എഴുന്നേക്കെന്ന് പറഞ്ഞ പോകപ്പെടുത്തു. അപ്പൊ എഴുന്നേക്കോ? അപ്പൊ തണ്ണു തെറിച്ചു മോളെ ഇത്ര നിഷ്കളങ്കായിട്ട് നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? അയ്യോ, എണീറ്റിട്ട് ഏത് സമയത്താ കിടക്കുന്നേ? ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമോ? ഓ, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറുണ്ട്. ടിവിയുടെ മുന്നിൽ തന്നെ ഇരിക്കും. എപ്പോഴാ കിടക്കണേ? 11:30, 12. ആണോ? ആണോ? അമ്മ ഇവിടെ വെച്ചിരിക്കുന്നു ആണോ? കറക്റ്റ് ആണ് കേട്ടോ, ആ സമയത്ത് കിടക്കണം. അത്ര നേരം പഠിച്ചുകൊണ്ടിരിക്കുമോ അതോ അമ്മ അടുത്തുണ്ടെന്നുള്ള നല്ല ബോധമുള്ളതുകൊണ്ടല്ലോ നല്ല രീതിയിലാണ് ഉത്തരം പറയുന്നത്. അങ്ങനെ വെച്ചാ കഴിക്കും, അപ്പൊ തന്നെ ടിവിയുടെ മുന്നിൽ ഇരിക്കും. അതിന് കഴിക്കത്തൊന്നുമില്ല. ഒരു 9:00 ആകുമ്പോഴത്തേനും കഴിക്കും. 9, 10 മണിയാകുമ്പോൾ കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ടി വി എടുക്കും. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ കഴിക്കാനായിട്ട്? പൊറോട്ടയും ചിക്കൻ മസാല. ചിക്കൻ വറുത്ത അമ്മ ഉണ്ടാക്കി തരാറുണ്ട് ഇടയ്ക്ക്? അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അമ്മ വെക്കുന്നത് ഇഷ്ടം എനിക്ക് ഇടിയപ്പവും കടലക്കറി. അമ്മ വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടി ഇപ്പൊ കടലക്കറിയാണ്. അച്ചുകുട്ട ഫുഡ് ഉണ്ടാക്കി തരുമോ? ഇടയ്ക്ക് അച്ചുകുട്ടൻ ഉണ്ടാക്കി തരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ദോശ ചമ്മന്തി. ദോശ ചമ്മന്തി. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ പൊറോട്ടയും ചിക്കൻ വറുത്തത് കഴിക്കണമെന്ന് തോന്നിയാ എന്താ ചെയ്യുക? ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. കഴിക്കണം തോന്നിപ്പോ എന്താ ചെയ്യുന്നേ? ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ ചിലപ്പോ അച്ചുകുട്ടൻ്റെ അടുത്ത് പറയും, അച്ചുകുട്ടൻ മേടിച്ചോണ്ട് വരും. അച്ചുകുട്ടൻ മേടിച്ചോണ്ട് തരും. അമ്മേനെ കൊണ്ട് കൊടുക്ക. അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാറില്ല? അമ്മ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഓക്കെ ഓക്കെ, തിരിച്ചു വരാം കേട്ടോ. അപ്പം അഭിലാഷ് ചേട്ടൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. പിന്നെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ജനോഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ആണ് പറഞ്ഞിട്ടുണ്ട്. ജോമോ ചേട്ടൻ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ലിജോ ചേട്ടൻ നമുക്ക് കുറെ ഡൗ ചിഹ്നം അയച്ചിട്ടുണ്ട്. താങ്ക് യു. സൗമ്യ ചേച്ചി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഷിനോസി കാപ്പൻ ഇത്രയും ചെറിയ പ്രായത്തിൽ മോളുടെ അഭിനയം വളരെ എക്സലന്റ് ആണ്. കൺഗ്രാസ് മോളെ, ദൈവം
ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിനോ ചേട്ടൻ. താങ്ക് യു അങ്കിളെ, ഒരുപാട് സന്തോഷം കേട്ടോ. ലിജോ ജെയിംസ് ഹായ് ദേവുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ലിജോ ജെയിംസ് ചേട്ടൻ തന്നെയാണ് അടുത്ത കമന്റ് ഇട്ടേക്കുന്നത്. നമ്മുടെ ഇടുക്കിയുടെ അഭിമാനം ദേവൂട്ടൻ എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞേക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു കേട്ടോ. സമിക്കുട്ടി പി സമി ഹായ് മോളോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അങ്കിളെ. പിന്നെ ഓഡിഷൻസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആദ്യമായിട്ട് ഒരു ഓഡിഷനിലാണ് പങ്കെടുത്തത്. അതാണ് ആകാശത്തിന് താരം. അതിൽ കിട്ടുകയും ചെയ്തു. പിന്നെ ഇത്രയ്ക്കും ട്രെൻഡിങ് ആയ അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്ക് എന്തിനല്ലേ ഓഡിഷൻ? അങ്ങനല്ല, ഓഡിഷൻ ഇതായിട്ടും പോയിട്ടില്ല. കുട്ടപ്പച്ചയുടെ മെയിൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. കുട്ടപ്പച്ചയുടെ നല്ല സപ്പോർട്ടോ. കുറെ കമന്റ്സ് നമുക്ക് ലൈവ് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ലൈവില് ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ആയിട്ട് നമുക്ക് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ദേവുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എത്ര 274 ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് കിഡ് ആക്ടർ പെർഫോമൻസ് വെച്ച് 254 274 അത് കൂട്ടുന്നോ? കൂട്ടുന്നൊന്നുമില്ല. എനിക്കിങ്ങനെ ഒരുപാട്, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എനിക്ക് ഇങ്ങനെ ഓരോ ട്രോഫികളും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അവിടെ ഞാൻ എണ്ണി വെക്കാറൊന്നും ഇല്ലാന്ന്. അങ്ങനെയാണോ? എണ്ണിയൊന്നും വെക്കുന്നൊന്നുമില്ല, കിട്ടുന്നത് കിട്ടുന്നത് കിട്ടും. ഭയങ്കരമായിട്ട് ജെന്യൂനായിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് ഇത്രയും ചെറിയ പ്രായത്തിന് മോള് സംസാരിക്കും. നമ്മൾ ഒരുപാട് സന്തോഷം നമ്മുടെ കൂടെ ആയിരുന്നില്ല. കാരണം സാധാരണ എന്താ പറയാ, മോളെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര നിഷ്കളങ്കമായിട്ട് നമ്മൾ എടുത്ത് ചിരിച്ച് കളിച്ച് ഒരു ജാടയില്ലാതെ നല്ല രീതിയിൽ സംസാരിക്കുന്നു. അപ്പം ദേവനന്ദകുട്ടിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ശരിക്കും ഒരു ടാലന്റ് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഡാൻസിങ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ. അപ്പൊ നമ്മുടെ കമന്റ്സിലൊക്കെ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും നമ്മുടെ അടുത്ത് പറഞ്ഞു നാഷണൽ അവാർഡ് വരെ കിട്ടാനായിട്ട് ഉള്ള ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന്. അപ്പം അങ്ങനെ കട്ടപ്പന എന്ന നാട് നാളെ ദേവനന്ദയുടെ പേരിൽ അറിയപ്പെടാൻ പറ്റുക. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദേവനന്ദയെ പറ്റി ഓർക്കുമ്പോൾ അഭിമാനമാണ്. അപ്പൊ ഇനിയും ദേവനന്ദക്കുട്ടി ഇങ്ങനെ പോകുമ്പോൾ ദേവനന്ദ രതീഷ് കട്ടപ്പന എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിലും പറയാം ആ സിനിമയിലുള്ള ദേവനന്ദക്കുട്ടി ഞങ്ങളുടെ നാട്ടുകാരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരും ഭയങ്കര അഭിമാനമാണ്. അപ്പൊ മോളെ ഇപ്പം ഇനി ബിഗ് സ്ക്രീനിലാണെങ്കിലും നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കാനായിട്ട് പറ്റട്ടെ. ആ ഒരു സമയങ്ങളിലും ഈ ഒരു നിഷ്കളങ്കത്വവും മുഖത്തെ ഈ ഒരു പുഞ്ചിരിയും എപ്പോഴും സൂക്ഷിക്കാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇടുക്കി മീഡിയയുടെ കൂടെ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദേവനന്ദ നമുക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഒപ്പം ദേവനന്ദയുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പം എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ലൈവിലിരുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ ചിരിച്ച് കളിച്ച് സന്തോഷിച്ചതിനും പെർഫോമൻസ് ഒക്കെ ചെയ്തതിനും നമ്മുടെ ഇടുക്കി മീഡിയ മാനേജിംഗ് പാർട്ട്നേഴ്സിന്റെ ഇടുക്കി മീഡിയ ടീമിന്റെ വക ഒരുപാട് നന്ദി. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഹാപ്പിയാണോ? പിന്നെ ഡബിൾ ഹാപ്പി അല്ലേ. ഒത്തിരി സന്തോഷം. ഇനി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഇടുക്കി മീഡിയയിൽ ഇങ്ങനെ ഒരു ലൈവിന് വിളിച്ചപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം. ചേച്ചിക്കുട്ടിയുടെ കൂടെ ഒരുപാട് നേരം സംസാരിക്കാനൊക്കെ പറ്റിയതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഒപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇടുക്കി മീഡിയ ടീമിന്റെ വകയും ദേവനന്ദക്കുട്ടിക്ക് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ദേവനന്ദക്കുട്ടിക്ക് 2022 എന്ന വർഷം അടിപൊളി വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ മോളുടെ ജീവിതത്തിൽ എന്തായാലും 2022 എന്ന വർഷം നല്ലൊരു മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. കാരണം ഇനിയാണ് സിനിമകളൊക്കെ വരാൻ പോകുന്നത്. അപ്പം അടിപൊളിയായിട്ട് തകർത്ത് അഭിനയിക്കാം. അപ്പൊ എല്ലാവിധ ആശംസകളും ഇടുക്കി മീഡിയ ടീമിന്റെ വക. അപ്പൊ നമ്മളോട് ഒരിക്കൽ കൂടെ ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മുടെ കൂടെ ആയിരുന്നതിൽ. അപ്പൊ ഞങ്ങളുടെ വക ചെറിയൊരു സ്നേഹ സമ്മാനം ദേവനന്ദയ്ക്ക് നൽകുകയാണ്. ഓക്കെ, അപ്പം ഇനിയും നന്നായിരിക്കാം. ഇതുപോലെ ഒരുപാട് ട്രോഫികൾ ഒക്കെ മോൾക്ക് കിട്ടട്ടെ. ഒരുപാട് പേര് ആശംസകൾ അറിയിക്കട്ടെ. എന്നും നല്ലൊരു മിടുക്കി കുട്ടിയായിട്ട് ആക്ടിങ്ങും ഡാൻസിങ്ങും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ പഠിത്തത്തിലും നല്ല മിടുക്കി കുട്ടിയായിട്ട് വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ പോലീസുകാരി ആകണമെന്നല്ലേ ആഗ്രഹം. അപ്പം ആ ഒരു ആഗ്രഹമൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2-3 കമന്റ്സ് കൊണ്ടുണ്ട്. അതുകൂടെ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഷിനു റെജി പറഞ്ഞിട്ടുണ്ട് ഹായ്, എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ,
ജോമോ ചേട്ടൻ, കുട്ടമ്മ ചേട്ടൻ, അങ്ങനെ കുറെ പേര് കമന്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത്ര നേരം ഇടുക്കി മീഡിയയുടെ ഈ ഒരു ലൈവില് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ദേവനന്ദ രതീഷ് കട്ടപ്പനയാണ്. അപ്പം നിങ്ങൾ കുറെ പേര് നമ്മുടെ ലൈവിൽ വന്നു കമന്റ് എല്ലാം തന്നെ വായിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഏതെങ്കിലും കമന്റ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ സോറി. അപ്പം ഇത്രയും നേരം നമ്മുടെ കൂടെ ലൈവിലായിരുന്നതിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും നന്ദി. ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ദേവനന്ദ കുട്ടിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പം വീണ്ടും ഒരുപാട് നന്ദി. അപ്പം ഒരുപാട് ആശംസകൾ നേരുന്നു. ഓക്കെ, ഇടുക്കി കുട്ടിയായിട്ട് പോകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇടുക്കി മീഡിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞു. ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്.